Hello friends, welcome back to Art and Ashraf YouTube channel. രജിസ്ട്രേഷൻ മാർക്ക്, കട്ടിംഗ് മാർക്ക്, ക്രോപ്പ് മാർക്ക് ഇതെ പറ്റിയിട്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. ആ ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇത്തരം വർക്കുകൾ ഡിജിറ്റൽ പ്രിന്റ് അല്ലെങ്കിൽ ലേസർ പ്രിന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോഴും ഇത്തരം ട്രിം മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതുപോലുള്ള വിസിറ്റിംഗ് കാർഡുകളൊക്കെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്രിന്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പ്രിന്റ് ചെയ്യുമ്പോൾ അവർ കൃത്യമായിട്ടും ഈ ഫ്രണ്ട് പ്രിന്റിൻ്റെ അതേ പൊസിഷനിൽ തന്നെയാണോ ഈ ബാക്കിലും പ്രിന്റ് ആയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിം മാർക്കിൽ ഒരു പിന്ന് കുത്തി നോക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയും ഷാർപ്പായിട്ടുള്ള ഈ ഒരു ലൈനിൽ ഒരു പിന്ന് കുത്തി ഇറക്കുമ്പോൾ അത് മറുവശത്ത് അതേപോലുള്ള ലൈനിൽ കൂടെ തന്നെയാണോ പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് അവർ ഇതുകൊണ്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്തരം രജിസ്ട്രേഷൻ മാർക്കുകൾ മാനുവലായിട്ടാണ് ഇങ്ങനെ ലൈൻ ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 1 മില്ലിമീറ്ററോ 2 മില്ലിമീറ്ററോ ഒക്കെ ഏതെങ്കിലും ഒരു മാർക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര ശ്രമിച്ചാലും ഈ മാർക്ക് കറക്റ്റ് ആവാൻ പോകുന്നില്ല. ഇപ്പൊ പ്രിന്റ് ചെയ്യുന്ന ആൾക്ക് ഇതിങ്ങനെ മാനുവലായിട്ടാണ് ഈ മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ മാർക്ക് കറക്റ്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ട്രിം മാർക്ക് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മാർക്കൊക്കെ മാനുവലായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളും നമുക്ക് വരാറുണ്ട്. ഉദാഹരണത്തിന് ചില ലെറ്റർ ഹെഡുകൾ സ്പെഷ്യൽ പേപ്പറിൽ പ്രിന്റ് ചെയ്യുന്ന ലെറ്റർ ഹെഡുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് സ്പെഷ്യൽ പേപ്പറിലാണ് പ്രിന്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കോൺഗ്രർ അതുപോലുള്ള പലതരത്തിലുള്ള ടെക്സ്റ്റുകൾ അടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ പേപ്പറുകളുണ്ട്. അതിലായിരിക്കും കൂടുതൽ ലെറ്റർ ഹെഡുകൾ പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രിന്റിംഗ് ഷോപ്പിൽ ഇത്തരം സ്പെഷ്യൽ പേപ്പറുകളുടെ കാറ്റലോഗ് തന്നെ ഉണ്ടാവും. അപ്പോൾ അത്തരം കാറ്റലോഗിൽ കസ്റ്റമർ അവർക്ക് ആവശ്യമുള്ള പേപ്പറുകൾ അതിൻ്റെ കനം അതിൻ്റെ ടെക്സ്ചറൊക്കെ നോക്കിയിട്ടാണ് ആ പേപ്പറുകൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തരം സ്പെഷ്യൽ പേപ്പറുകൾക്കെല്ലാം ഒരു പ്രശ്നമുണ്ട്. ഈ പേപ്പറുകളെല്ലാം വലിയ സൈസിലല്ല വരുന്നത്. അതെല്ലാം A4 സൈസിലായിരിക്കും മിക്ക സ്പെഷ്യൽ പേപ്പറുകളും വരുന്നത്. കാരണം അത് ലെറ്റർ ഹെഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വരുന്ന പേപ്പറുകളാണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോൺഗ്രർ എന്ന പേരുള്ള ഈ പേപ്പറൊക്കെ ഇതുപോലെ A4 സൈസിലാണ് വിപണിയിൽ വരുന്നത്. അപ്പം അത്തരം പേപ്പറുകൾക്ക് ഇതുപോലുള്ള രജിസ്ട്രേഷൻ മാർക്കുകൾ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്കറിയാം ഈ രജിസ്ട്രേഷൻ മാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഈ ഒരു സൈസിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോൾ ഈ A4 സൈസിലുള്ള ഒരു പേപ്പറാണെങ്കിൽ ആ മാർക്ക് നമുക്ക് പ്രിൻറ്റിങ്ങിൽ കൊണ്ടുവരാൻ ഒരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലായാലും വിദേശ രാജ്യങ്ങളിലായാലും ഈ എൻവലപ്പുകൾ നമുക്കറിയാലോ ഒരു നിശ്ചിത അളവിലാണ് ഈ എൻവലപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ട്രിം മാർക്ക് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മാർക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ തന്നെ അത് പുറത്തായിരിക്കും. അപ്പോൾ അത് ഈ ഒരു എൻവലപ്പിൽ ആ പ്രിൻ്റ് വരില്ലല്ലോ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മാനുവലായിട്ട് ചില രജിസ്ട്രേഷൻ മാർക്കുകൾ ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് ഇവിടെ നോക്കാം. നമ്മളിവിടെ A4 സൈസിലുള്ള ഒരു പേജാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ കളർ വളരെ പ്രധാനമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളിവിടെ ഇതിൻ്റെ കളറ് ഈ കളർ ബോക്സിനകത്ത് ഇങ്ങനെയൊരു ബോക്സ് ഇവിടെ കാണാം. ഇത് രജിസ്ട്രേഷൻ മാർക്കിന് മാത്രമായിട്ടുള്ളൊരു കളറാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് 4 കളറും വന്നിട്ടുണ്ട്. നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇവിടെ 4 കളറുകളും വന്നിട്ടുണ്ട്. ഈ ഒരു മാർക്ക് നമ്മൾ ഒരു ലെറ്റർ ഹെഡിന് അകത്ത് വെക്കുകയാണെങ്കിൽ വർക്കുകളൊന്നും ഇല്ലാത്ത ഒരു ഭാഗത്ത് വേണം നമ്മൾ ഈ രജിസ്ട്രേഷൻ മാർക്ക് വെക്കാൻ. സാധാരണയായിട്ട് നമുക്കറിയാം ഒരു ലെറ്റർ ഹെഡിൻ്റെ മുകൾ ഭാഗത്തായിട്ടായിരിക്കും ടെക്സ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഈ ടെക്സ്റ്റുകൾ വരാത്ത ഒരു ഏരിയയിൽ വേണം ഈ ഒരു രജിസ്ട്രേഷൻ മാർക്ക് നമ്മൾ ഫിക്സ് ചെയ്യാൻ. അതിനുശേഷം ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ടെക്സ്റ്റുകളോ മറ്റു വർക്കുകളോ ഇല്ലാത്ത ഇതിൻ്റെ അടിഭാഗത്തും ഈ ഒരു മാർക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എൻവലപ്പ് പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോഴും ഇതേ കാര്യം തന്നെയാണ്. നമ്മൾ എൻവലപ്പിൽ പ്രിൻ്റ് വരാത്ത ഒരു ഏരിയ നോക്കിയിട്ട് ഈ ഒരു മാർക്ക് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മാർക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് അവർ ഈ മൾട്ടി കളർ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്.
ഇങ്ങനെ ഇത് ബിൽ ബുക്കിനകത്ത് ഇൻവോയ്സിനകത്തൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. കാരണം ഇൻവോയ്സ് പലപ്പോഴും ചെറിയ പേപ്പറിലൊക്കെ അടിക്കാറുണ്ട്. 1/32 അതുപോലെ 1/16 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അളവുകൾ ഗൾഫ് നാടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ചെറിയ പേപ്പറിലൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ പുറത്ത് ട്രിം മാർക്ക് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വരും. അപ്പോൾ ഇത് ഈ ഒരു വർക്കിനകത്താണ് വെക്കുന്നത്. ഒരു പ്രിൻ്റർ ഈ രജിസ്ട്രേഷൻ മാർക്ക് നോക്കി കൃത്യമായി പ്രിൻ്റ് വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ മാർക്കുകൾ ഒരു പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് മായ്ച്ചു കളയുകയാണ് ചെയ്യാറുള്ളത്. ഇനി ഇങ്ങനെയൊരു വർക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരുപാട് കോപ്പികളാക്കി മാറ്റുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. ഇനി അത് ട്രിം മാർക്ക് ഇട്ടതിന് ശേഷം എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത് എന്ന് വളരെ ഫാസ്റ്റായിട്ടൊന്ന് ഇവിടെ കാണിക്കാം. ഈ റൈറ്റ് സൈഡിലുള്ള ഈ മാർക്കുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. താഴെയുള്ള മാർക്കുകളും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നു. ഇതേ ഗ്രൂപ്പ് സെലക്ഷൻ ടൂളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വർക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ട്രിം മാർക്ക് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ഇത് കോപ്പി ചെയ്ത് എടുക്കുന്നു. ഇപ്പോൾ ഇത് കോപ്പികളായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ സ്പേസ് കൊടുക്കാത്ത രീതിയിലുള്ള കോപ്പിയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് കോപ്പി എടുക്കുക എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഇവിടെ ബ്ലേഡൊക്കെ ഇടാനായിട്ട് 3 മില്ലിമീറ്റർ അകലത്തിലാണ് കോപ്പി എടുക്കാറുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ പെട്ടെന്ന് കാണിക്കുന്നത്. ഇനി നമ്മൾ ഇത് താഴേക്ക് കോപ്പി ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോഴും ഇവിടെ ഒരു ട്രിം മാർക്ക് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ കോപ്പി ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കോപ്പികളെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം, ഇവിടെ റൈറ്റ് സൈഡിൽ ട്രിം മാർക്കുകളൊന്നുമില്ല, താഴെയും ട്രിം മാർക്ക് ഇല്ല. നമ്മളിവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ട്രിം മാർക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇത് അൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ട്രിം മാർക്ക് ഇടുന്നു. ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അൾട്ട് പ്രസ് ചെയ്യുന്നതോടൊപ്പം ഷിഫ്റ്റ് കൂടെ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോകും. നമ്മൾ ഈ മുകൾ ഭാഗത്തുള്ള മാർക്ക് കൂടെ താഴേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വർക്ക് ട്രിം മാർക്കോട് കൂടിയിട്ട് കോപ്പി ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടൈറ്റിലിൽ പറഞ്ഞിട്ടുള്ള ക്രോപ്പ് മാർക്ക് എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഫക്റ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഇവിടെ കാണാം ക്രോപ്പ് മാർക്ക്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രോപ്പ് മാർക്ക് വന്നിട്ടുണ്ട്. ഈ ക്രോപ്പ് മാർക്കിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ബോക്സ് എങ്ങോട്ട് എടുത്ത് മാറ്റിയാലും ഈ ക്രോപ്പ് മാർക്ക് അതിൻ്റെ കൂടെ വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ക്രോപ്പ് മാർക്ക് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ സാധാരണയായിട്ട് വർക്കുകൾ സെറ്റ് ചെയ്യാൻ രജിസ്ട്രേഷൻ മാർക്ക് ഉപയോഗിക്കാനൊക്കെ ഈ ഒരു ട്രിം മാർക്ക് ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ രജിസ്ട്രേഷൻ മാർക്ക്, ക്രോപ്പ് മാർക്ക്, ട്രിം മാർക്ക് ഇതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മളൊരു വിഷയത്തെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളെയും പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വളരെ ലളിതമായ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു വിഷയത്തിൻ്റെ 1/4 ഭാഗം മാത്രം മനസ്സിലാക്കിയിട്ട് വളരെ ചെറിയൊരു പോയിന്റ് മാറ്റി വെക്കുകയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ കളറിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഇവിടെ വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ പ്രയോജനകരമായിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രിൻറ്റിംഗ് മേഖലയിലെ ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.